പഠിച്ചും ചൊല്ലി പഠിച്ചും ഞാൻ ഒരാളാകും. നാട്ടിലുള്ള സകല അലവലാദികളെ പൂവാൽമാരെ പൊക്കിക്കൊണ്ടെല്ലാം പറഞ്ഞേക്കുന്ന എസ് ഐ. നീ ഒരിക്കലും ഒരു അലവലാദിയല്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പൊ ഞാനാര്? പൂവാലിന അല്ല, നീ കോളേജിലെ പ്രിൻസിപ്പാളല്ലേ? അതല്ല നീ ഇവിടെ കിടന്ന് റാഗി പറക്കണത്. ചെമ്പരന്ത് വേജത് വണ്ടിയിലോട്ട് കയറി. അപ്പൊ വേലുണ്ണം പറയണത് ഞാൻ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം എന്നാണോ? ശരി, വിധി അതാണെങ്കിലേ ദാ വിലങ്ങ് അണിയിച്ചു കൊണ്ടുപോകണം. വിലങ്ങ് വെച്ച് ആറാട്ട് കിടന്ന നീ ദാവൂദ് ഇബ്രാഹിമ. വന്ന് വണ്ടിയിലോട്ട് കയറാ പട്ടി. മതി 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 മതി, ബാക്കി നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാം. എന്റെ നീ പറയണ. നീ നമ്മുടെ പുതിയ എസ് ഐ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ പോസ്റ്ററിലൊക്കെ എഴുതിയേക്കണ പോലത്തെ ആളാണ്. കാര്യരുമ്പിന്റെ കരുത്തും കുട്ടികളുടെ മനസ്സും. ഞാൻ കേട്ട തിരിച്ചാ. കാര്യരുമ്പിന്റെ മനസ്സും കുട്ടികളുടെ കരുത്തുന്നാ. ഇടി കിട്ടോ? കിട്ടിയാലേ നീ വരുള്ളൂ. ചിലപ്പോ ഒരു ഉമ്മൻ തരും. കേരള വണ്ടിയിലോട്ട്. കാക്കിയൊക്കെ ഒരു വെച്ചിട്ട് ദളവാത്തെരുവിലോട്ട് വരുവേ. പിന്നെ ഇത് ഞാൻ കുളിക്കുമ്പോ പോലും ഊരില്ല. എന്നെ കിട്ടി. പേരെന്താടാ? ശിവൻകുട്ടി. മുഴുവൻ പേരും പറയടാ. ബി ശിവൻകുട്ടി. ബി ഫോർ ബാറ്റ്. എ ഫോർ ആപ്പിൾ ആകുമ്പോ ബി ഫോർ ബാറ്റ് അല്ലല്ലേ? പോടോ. അച്ഛന്റെ പേര് പറയടാ. ഭരതൻ. കാളഭാസ്കരനെ സാക്ഷി പറഞ്ഞ ബി ശിവൻകുട്ടി നീയാണോ? അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു സാർ. ബി ശിവൻകുട്ടി. സിനിമാ പോസ്റ്റർ ഒട്ടിപ്പും ബ്ലാക്കിൽ ടിക്കറ്റ് സെയിലും പണി. അച്ഛൻ പണ്ടെങ്ങോ നാട് വിട്ടുപോയി സന്യാസിയായി. അമ്മ ഉണ്ട് സാർ. സാറിനെങ്ങനെ അറിയാം? സ്ഥലത്തെ പ്രധാന ദിവ്യനല്ലേ? കാളഭാസ്കരനെതിരെ സാക്ഷി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് മാനം കാത്ത ധീരൻ. അപ്പൊ പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കണ്ടേ? സൂക്ഷിക്കണം. ഇരയെ ചൂണ്ടയിടാതെ തന്നെ പിടിക്കാൻ അറിയാവുന്നൊരുത്തനവൻ. പേടിക്കണ്ട. ഈ കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ ഒന്ന് കാണാം എന്ന് കരുതി തലേ കയറി തൂറാനാണ് ഭാവമെങ്കിൽ ഇടിച്ച് നിന്റെ നട്ട. സാർ കേരളികൾ ഇത് നിനക്ക് അകത്ത് കയറാൻ താലം പിടിക്കണം. ഇങ്ങോട്ട് കേറ കള്ളക്കഴും. ദൈവത്തോർത്ത് നീ പേടിക്കണത് പോലെ കാണിക്കണേ. എന്നാലേ സ്റ്റേയുടെ മുമ്പിൽ എനിക്ക് വില ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കേറാം. വെറുതെ വയസ്സാം കാലത്ത് എന്റെ കൈക്ക് പണി ഉണ്ടാക്കാനായിട്ട് ഓരോ കെട്ടിയെടുക്കും. സാറേ എന്തേ സാറങ്ങ് തലശ്ശേരിലായിരുന്നപ്പോ നാട്ടുകാർ വിളിച്ചിരുന്ന കപിൽ ദേവ് എന്നാണെന്ന് കേട്ടിട്ടുണ്ട്. മുഖം നോക്കാതെ എല്ലാ ബോളും അടിക്കണ കപിൽ ദേവ്. നമ്മളെയൊക്കെ അടിച്ചാൽ ഗാലറി കയറ്റിയല്ലേ. അത്യാവശ്യം അടിക്കേണ്ട ബോൾ വന്നപ്പോ സാറതങ്ങ് വിടുകയും ചെയ്തു. ഇതൊന്നും സാക്ഷാൽ കപിൽ ദേവ് പോലും പൊറുക്കൂല സാറ്. അവനെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയേക്കാം. സാർ ഇങ്ങോട്ട് വേറെ കള്ള കഴിവ് ചെന്ന് പ്രസാദം മേടിച്ചോ. ചെല്ലി ചെല്ലി. ഓവർ തികയാണ്ട് ലോക്കപ്പിൽ കയറി. ഇതാണ് കുഴപ്പം. ചെല്ലി റെസ്റ്റ് എടുത്തു. ചെല്ലി. തിരിച്ചു വേണ്ട തിരിച്ചു വേണ്ട. എസ് ഐ സാർ നിനക്ക് തരാൻ വേണ്ടി തന്നയച്ചതാണ്. ഇതൊരു മാതിരി അമ്മയുടെ മീറ്റിംഗ് പോലെ അല്ല. അമ്മയ്ക്ക് പറയുന്നത് സിനിമാക്കാരും അമ്മേരും ചേമ്പറിനും കാര്യം ഞാൻ പറഞ്ഞത്. അടി തിരിച്ചടി കെട്ടിപ്പിടുത്തം. എനിക്ക് ഇടിയിട്ടേനെ നീ എന്തിനു കയറണം? മാറി തള്ളേ വേണ്ട. അവന്റെ വയറ്റിൽ അമിട്ട് പൊട്ട പോലെ പൊട്ടിച്ചത്. ദ്വാണ്ട തൊണ്ടി മേശപ്പെടുത്തിപ്പണ്ട് ഒരു ചീപ്പ് ഒരു കണ്ണാടി. എനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജയിലറയ്ക്കുള്ളിൽ ക്രൂശിക്കപ്പെട്ട മമ്മൂക്കയത് എത്രയെത്ര കഥാപാത്രങ്ങൾ. യാത്ര, നിറക്കൂട്ട്, ന്യൂഡൽഹി. സഹിക്കാൻ പറ്റൂല. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ലാലേട്ടൻ അകത്തായിരിക്കില്ല, പുറത്തായിരിക്കും. പോലീസായിട്ടാ? എന്താ പോലീസായാലും അപ്പഴേ ചേട്ടാ പോലീസെ പിടിച്ച് കളിക്കണ്ട. മമ്മൂക്ക പോലീസ് വേഷം ചെയ്യണ അത്ര ഏതാവും ചെയ്താലും പറ്റില്ലടാ. അങ്ങനെ കാക്കിയൊക്കെ ഇട്ട് വന്ന എന്താണടാ പൗരുഷം? പൗരുഷം ഒന്ന് പോടെ. പൗരുഷം കാണുന്ന ഞങ്ങളുടെ ലാലേട്ടൻ, മംഗലശ്ശേരി നീലകണ്ഠൻ, ആട് തോമ, പൂമുള്ളി ഇന്ദുചൂടൻ, അങ്ങേര് മീശയും പിരിച്ച് മുണ്ടും മടക്കി കുത്തി വന്ന മമ്മൂട്ടി മോഹൻലാൽ നിന്റെ തന്തമാരാണ്. ഇപ്പൊ തീരുമാനം ഉണ്ടാക്കി തരാം. പറയടാ, നീയല്ലേ ഇവിടുത്തെ സിനിമാക്കാരൻ? മമ്മൂട്ടിയാണോ വലുത് മോഹൻലാലോ വലുതെന്ന് പറയടാ. മമ്മൂട്ടിയാണോ മോഹൻലാലാണോ വലുതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജയന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഹലോ ഹലോ, എന്നെ ഓർമ്മ ഉണ്ടായിരിക്കല്ലോ അല്ലേ? എങ്ങനെ മറക്കാനാവും? സത്യം പറയാമല്ലോ. കൊഞ്ചി കൊഞ്ചി വിളിക്കും കാറ്റിനെ മറക്കാൻ പൂവാങ്കുരുന്നലയ്ക്കാകുമോ? എത്ര നാളായി ഞാൻ കുട്ടിയോട് പറയാൻ നടക്കുന്ന കേട്ട്. പോയോ കുട്ടി? എന്റെ ഉടുപ്പ് ചെറുതാണെങ്കിലും എന്റെ മനസ്സ് വലുതാണ്. ഹലോ, റേഞ്ച് കിട്ടുന്നില്ല. ഹലോ, റേഞ്ച് കിട്ടുന്നില്ല. കുട്ടി തുടർന്ന് പഠിക്കൂ. കുട്ടിക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി ജീവിച്ചൂടെ? പറയൂ, എന്നെ ഇഷ്ടമല്ലേ? ഹലോ, റേഞ്ച് കിട്ടുന്നില്ല. റേഞ്ച് കിട്ടുന്നില്ല. ഇപ്പൊ റേഞ്ച് കിട്ടിയാ? പിന്നെ കിട്ടി. നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ എവിടുന്ന്? കളിക്കാവിള. ആരെ കളിയാക്കാ? ആരെ കളിയാക്കുന്നല്ല, കളിക്കാനുള്ള സ്ഥലം. കളിയാക്കാവിളെന്ന് റേഞ്ച് തപ്പി നീ ഇവിടെ വരാം. അതെ അതെ. പോടെ പോടെ. ഇനി മേല എന്നെ അവിടെ കണ്ടെന്ന് വരൂല.
നിന്ന് കറങ്ങാതെ വീട്ടിൽ പൊടി. ശിവൻകുട്ടി, നീ അമ്മാനക്കരെ ശല്യപ്പെടുത്താതമ്മ. ആ പോസ്റ്റ്മാൻ അണ്ണാച്ചനെ TV വാങ്ങിച്ചു വെച്ചിട്ട് മാസായി. പ്രസവിക്കും. അപ്പൊ 2 TV ആയി. ഇതൊന്നും ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇവന്റെ ഒരു കാര്യം. അയ്യോ, ശിവൻകുട്ടി എന്താടാ എന്ത് പറ്റി? ഈ വയറല്ലമ്മ. അണ്ണാച്ചിയുടെ TV. അയ്യോ, എടാ ശിവൻകുട്ടി, നീ ഓടി വാ. എന്തമ്മാ? എടാ അവക്ക് വലിവ് തുടങ്ങി ആ കുന്തിരണ്ണം ഞെടുക്ക്. ഒരു കെട്ടിയാനുള്ളത് അടുത്തിരുന്ന് മുതുകടയിൽ കൊടുക്കാതെ അങ്ങ് കിടക്കുന്നു മദ്രാസിൽ പാട്ട് പാടിക്കൊണ്ട്. കലികാലം. എന്നാ, നിന്റെ അപ്പനടാ ശിവ, അണ്ണാച്ചി TV. എന്ത് ശിവ അടുപ്പിന് വീണ? ഏയ്, ഒരു ഗണപതി ഹോമം ഉണ്ടായിരുന്നു. അയ്യോ, ഗണപതി ഹോമം നടക്കുമ്പോ മുഖം അങ്ങെ കൊണ്ട് വെക്കக்கூടാതെ. ആണാ? ആ, എന്താ പടം അളിയന്റെയാ. എന്നെ അക്കാ പുരുഷൻ ഗലാട്ട മാപ്പിളെ മദ്രാസിലെ ഇളയരാജാവൻ പോയിരിക്കുകയാണ്. അപ്പടിയാ? വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസുള്ളൂ. ഇതുകൂടെ തീർന്നാ വംശനാശം. സിംഹവാലം കുരങ്ക നോക്കട്ടെ. കണ്ട നല്ല കാശ് വല്ലതും ഉണ്ടോടാ? ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് കത്തുണ്ട്. ഇളയരാജ കഞ്ഞി കുടിച്ചിട്ടില്ലെന്ന്. പാട്ട് കേട്ട് പ്രേമിച്ചല്ലേ, അനുഭവിച്ചു. വിട്ടോ ശിവ, എൻ TV. കഴിക്കുവേ. ഇവിടെ സ്വിച്ച് വാങ്ങാൻ സ്ത്രീയിലേക്കൊക്കെ ആള് പോയി. അമ്മ, എൻ TV എന്നൊക്കെ അവർ പേര് പറ്റി കിടക്കും. സൂക്ഷിച്ച് അവിടെ തേച്ചോ. അമർത്തി തേക്കണ്ടട്ടാ ഏപ്പടാ. ഞാനൊന്നും ചെയ്യുന്നില്ലേ അണ്ണാ. നിങ്ങളെ തങ്കിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എടേ സുധി, നീ അവളെ ഒന്ന് മാറി നിന്ന് നോക്ക്. എന്റെ മാമന്റെ മോളായതുകൊണ്ട് പൊക്കിപ്പറയല്ല. മത്തങ്ങ പോലത്തെ ഒരു മോന്ത, 2 ഉണ്ട കണ്ണ്, പേരിനൊരു മൂക്ക്, മത്തങ്ങല്ലെന്ന് അറിയിക്കാൻ കുറെ മുടി, കൊടിമരം പോലൊരു പെണ്ണ്, ചൊറിയണം തേച്ച പോലത്തെ ഒരു തന്തേം, എന്റെ ഒരേ ഒരു മാമൻ. പിന്നെ മുറപ്പെണ്ണ കിട്ടുന്നൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തില്. ഇത് ഡോൾബി ഡീറ്റെയിൽസിന്റെ കാലാണ്. അതൊന്നും എനിക്കറിഞ്ഞൂടാ. നാളെ തങ്കിയുടെ പിറന്നാളാ. അവള് നാളെ നിങ്ങൾക്കായിട്ട് ഊണൊരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ അവിടെ വന്ന് പറഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് ചേർന്ന പെണ്ണ് തങ്കിയ. പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന പണക്കാരി പെണ്ണൊക്കെ അങ്ങ് സിനിമയില്. എടേ സുധി, നിനക്ക് ദൈവത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്നാ കേട്ടോ. കരിഷ്മയ്ക്ക് ശിവൻകുട്ടിയെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ നീ 1 മുതൽ 10 വരെ എണ്ണുന്നതിന് മുമ്പ് അവളിതാ ഈ ഫോണിൽ വിളിച്ചിരിക്കും. സമ്മതിച്ചാ? എപ്പ സമ്മതിച്ചും ചോദിച്ചാ പോരെ. 1 2 3 4 ഒന്ന് പതുക്കണടേ, ഫോണിനകത്ത് വരണ്ടേ. ശരി, 1 2 3 4 5 3 കഴിഞ്ഞാ നീ എത്ര എണ്ണിയത്? 4 4 5 1 മുതൽ 10 വരെ കറക്റ്റ് എണ്ണം എണ്ണിയത്, അല്ലെങ്കിൽ ഞാൻ കളിന്ന് മാറും. ശരി. 1 നാറ്റിക്കല്ലേ, ഒരു ആവേശത്തിന് പറഞ്ഞതാ. 5 6 7 തെറ്റിക്കാതെ എണ്ണടേ. എക്സ്ചേഞ്ച് ചെയ്യുന്ന നിങ്ങളിപ്പോൾ ക്യൂവിലാണ് എന്ന് പറഞ്ഞ പെണ്ണെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. 9:45. അതെ, ഉറപ്പിക്കാവല്ലേ? ഉറപ്പിക്കാണ്. നീ നമ്മളെ പോലല്ല, ഡിഗ്രി എടുത്ത സാറല്ലേ. ദോ വായി. കരിഷ്മ കോളിംഗ്. ആരാ? കരിഷ്മ. ആ, കരിഷ്മ. ഹലോ. ആ കരി, ഞാനാ ശിവേട്ടനാ. ആ, എന്നിട്ട് എവിടെ നിക്കണത്? ശിവേട്ടാ, അവിടെ ചന്ദ്രനുണ്ടോ? ഇല്ല, ഇവിടെ ശ്രുതിയുണ്ട്. അതല്ല, അവിടെ ആകാശത്ത് ചന്ദ്രനുണ്ടോന്ന്. ഉണ്ട്. അവിടെ ഉണ്ടോ? ടെറസാന്നോ? ശിവേട്ടന് ഞാൻ തോൽക്കുന്നത് ഇഷ്ടമാണോ? തോൽക്കേ? എന്താ, എന്തു പറ്റി? അടുത്ത ആഴ്ച പരീക്ഷയാ. ഒരു വസ്തു അറിയില്ല. ഈ എക്സാമിന് തോറ്റാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ശിവേട്ടാ. ഏയ്, അങ്ങനെയൊന്നും പറയല്ലേ. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. പോട പട്ടി. ഹലോ, ഞാൻ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞാ മതി. കേസുകൾ. ശിവേട്ടനല്ലേ പറയണത്? ശിവേട്ടാ,
ലേഡീസ് ഹോസ്റ്റലിന്റെ അടുത്തുള്ള പ്രൊഫസർ വസുമതി ഭാർഗവന്റെ വീട്ടിൽ നിന്ന് ഒരു ചോദ്യപേപ്പർ മോഷ്ടിക്കണം. സാധിക്കോ? ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് വിളിക്കാം. ശരി. നിങ്ങൾ തങ്കിയെ കാണാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒരാണല്ല.